ഹലോ ഓൾ, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും മുന്നേ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വരുന്നത് 2011/19 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂ ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ് ഇറ്റ് ഈസ് കാൾഡ് ഡാഷ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുന്നേ ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് റിട്ടയറിങ് എന്നാണ്. നമുക്കറിയാം റിട്ടയറിങ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്നും പറയും. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുന്നേ തന്നെ പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് റിട്ടയറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂ ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്ടയറിങ് എന്ന പ്രോസസ്സാണ് അതിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ എ സ്പെഷ്യൽ ക്രോസിംഗ്? സ്പെഷ്യൽ ക്രോസിംഗിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ എ സ്പെഷ്യൽ ക്രോസിംഗ്. ഓപ്ഷൻ എ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ. ഓപ്ഷൻ ബി ദ വേർഡ് ആൻഡ് കമ്പനി. ഓപ്ഷൻ സി നെയിം ഓഫ് ബാങ്കർ. ഓപ്ഷൻ സി വേർഡ് നോട്ട് നെഗോഷ്യബിൾ. ഏതായിരിക്കും ഇതിൽ ആൻസർ വരുന്നുണ്ടായിരിക്കുക? നെയിം ഓഫ് എ ബാങ്കർ അല്ലേ? അതായത് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് ഏത് ബാങ്കിലേക്കാണോ നമുക്കൊരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബാങ്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ബാങ്കിലേക്ക് തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ക്രോസിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? നെയിം ഓഫ് എ ബാങ്കറിലെ നമുക്ക് ഏത് ബാങ്കിലേക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ പേരാണ് അവിടെ ക്രോസിങ്ങിൽ ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ രണ്ട് ലൈൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇട്ടാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ആബ്സല്യൂട്ട്ലി നെസസറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ഏതാണ്? ബാങ്കിൻ്റെ പേരാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി സ്പെഷ്യൽ ക്രോസിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ 124 അല്ലേ, 124ാമത്തെ സെക്ഷനാണ് സ്പെഷ്യൽ ക്രോസിങ്ങിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോൺ ആസ് ബാങ്കേഴ്സ് ചെക്ക്? വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോൺ ആസ് ബാങ്കേഴ്സ് ചെക്ക്? എ ഡെബിറ്റ് കാർഡ്, ബി ക്രെഡിറ്റ് കാർഡ്, സി ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ്, ഡി പേ ഓർഡർ. ഏതിനെയാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ബാങ്കേഴ്സ് ചെക്ക് എന്നറിയപ്പെടുന്നത്? ബാങ്കേഴ്സ് ഡ്രാഫ്റ്റിനെയാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ മേക്കർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് യൂഷ്വലി ദ ഡാഷ്. ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ യൂഷ്വലി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്? ആരാണ് മേക്കർ എന്ന് വിളിക്കുന്നത്? ആരാണ്? ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയർ അല്ലേ? സാധനം വിൽക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രോമിസറി നോട്ടിൽ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? പൈസ കൊടുക്കാം എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പൈസ കിട്ടാനുള്ള ആളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്, അത് നോക്കി വയ്ക്കണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു തന്നെ കേട്ടോ. 2011/19 ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് എ മെറ്റീരിയൽ ഓൾട്രേഷൻ? താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതിനെയാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് വിളിക്കുന്നത്? എ കൺവേർട്ടിംഗ് എൻ ഓർഡർ ചെക്ക് ഇൻ ടു എ ബിയറർ ചെക്ക്, ബി കൺവേർട്ടിംഗ് എ ചെക്ക് പേയബിൾ ടു എ ബിയറർ ടു ഓർഡർ, സി ഫയലിംഗ് ദ ഡേറ്റ് ഇൻ ദ ചെക്ക് which was bank earlier, crossing of a check. എന്താണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, അതായത് ഒരു ചെക്കിൻ്റെ അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കീറിക്കളയുക, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് മാറ്റിക്കളയുക, അങ്ങനെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഓൾട്രേഷനുണ്ട്, ഇൻമെറ്റീരിയൽ ഓൾട്രേഷനുണ്ട്. മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയും. ഇപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവേർട്ടിംഗ് എൻ ഓർഡർ ചെക്ക് ഇൻ ടു എ ബിയറർ ചെക്ക് എന്താ പറഞ്ഞുള്ളത്? ഒരു ഓർഡർ ചെക്കിനെ ബിയറർ ചെക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മെറ്റീരിയൽ ഓൾട്രേഷനിൽ വരുന്നതാണ് അല്ലേ? കാരണം എന്താണ്? ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾക്ക് ഏത് വ്യക്തിക്കാണോ കൊടുക്കേണ്ടത് വെച്ചാൽ ആ വ്യക്തിയുടെ പേര് എഴുതിയിട്ടുള്ളതാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. അതിനെ ആർക്ക് വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താമെന്നാക്കിയിട്ട് മാറ്റുന്നത് എന്താണ്? ബിയറർ ചെക്കാണ്. നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ, അതായത് ബിയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റുമ്പോൾ അത് എന്ത് മെറ്റീരിയൽ ഓൾട്രേഷനായി? ഇംമെറ്റീരിയൽ ഓൾട്രേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക അല്ലേ? കൺവേർട്ടിങ് എൻ ഓർഡർ ചെക്ക് ഇൻ ടു എ ബിയറർ ചെക്ക്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇംമെറ്റീരിയൽ ഓൾട്രേഷൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ എ ചെക്ക് wrongly dishonored by bank, it is liable to A. payee, B. holder, C. drawer, D. drawee. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് wrongly dishonored by ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാണ്ട് ബാങ്ക് തന്നെ അത് എന്ത് ചെയ്യാണ്? ഡിസോണർ ആക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ഡ്രോവറിനായിരിക്കും ലയബിലിറ്റി ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് എ ചെക്ക് ഈസ് മെൻഷൻഡ് ഇൻ A. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, B. BR ആക്ട്, C. RBI ആക്ട്, D. നോവർ. ഏതാണ് ആൻസർ വരിക? നോവർ അല്ലേ? അതായത് ഒരു ചെക്കിന് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. RBI ആക്ടിൽ പറഞ്ഞില്ല, RBI പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, BR ആക്ടിലും പറഞ്ഞില്ല, ഈവൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ചെക്കിൻ്റെ വാലിഡിറ്റി ഫിക്സ് ചെയ്യുന്നത്. ചെക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോ വെയർ ആണ്. പക്ഷേ ആ ചെക്കിൻ്റെ വാലിഡിറ്റി ഫിക്സ് ചെയ്യുന്നത് RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ്. അത് നോക്കി വെച്ചോളൂ. പിന്നെ ഓരോ ബാങ്കുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെക്ക് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ്. എങ്ങനെയാണ് ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് ഫിക്സ് ചെയ്യുന്നത്? ഫിക്സ്ഡ് ത്രൂ RBI ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ചെക്സ് ആർ അണ്ടർ NI ആക്ട്? NI ആക്ടിൽ എത്ര ടൈപ്പ് ഓഫ് ചെക്കാണ് പറയുന്നത്? NI ആക്ടിൽ 11 ടൈപ്പ് ഓഫ് ചെക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. NI ആക്ടിൽ 11 ടൈപ്പ് ഓഫ് ചെക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1962/2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. The receipt and payment of a cash should be effected dash in order to get legal protection under the Negotiable Instrument Act. Option A, at the branches, B, by the cashier, C, during the business hours of the week, D, none of the above. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? The receipt and payment of a cash should be effected. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിസിപ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് അത് ഇഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ലീഗൽ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റുകളുടെ റിസീവ് ആൻഡ് പേയ്മെൻറ്റുകൾക്ക് വാലിഡിറ്റി കിട്ടുന്നത്, ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഇപ്പോൾ മാത്രമാണ്. ബിസിനസ് ഹവേഴ്സിൽ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിസിപ്റ്റും പേയ്മെൻറ്റുകൾക്കും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, MICR ക്ലിയറിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? MICR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദ്യം. 1984 ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ അജയ് എൻഡോസ്ഡ് എ ചെക്ക് ആസ് പേ വിജയ് ഇഫ് ഐ ആം ട്രാൻസ്ഫേർഡ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എൻഡോസ്മെൻറ്റ്. അടുത്തത് എൻഡോസ്മെൻറ്റ് ടൈപ്പിൽ നിന്നും വന്ന് ചോദിച്ചിട്ടുള്ളതാണ്. എൻഡോസ്മെൻറ്റ് പല ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് ഉണ്ട് അല്ലേ? കണ്ടീഷണൽ ഉണ്ട്, ഫുൾ എൻഡോസ്മെൻറ്റ് എന്ന് പറയും കണ്ടീഷണൽ എൻഡോസ്മെൻറ്റിന്. സാൻസ് റീകോഴ്സ് ഉണ്ട്, സാൻഡ് ഫ്രേസ് ഉണ്ട്, പെർപ്രോ എൻഡോസ്മെൻറ്റ് ഉണ്ട്, ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ എന്താണ്? മിസ്റ്റർ അജയ് എൻഡോസ്ഡ് എ ചെക്ക് ആസ് പേ വിജയ് ഇഫ് ഐ ആം ട്രാൻസ്ഫേർഡ്. അതായത് അജയ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെക്ക് എൻഡോസ് ചെയ്യുകയാണ്, അതിന് കൂടെ തന്നെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. പേ വിജയ് ഇഫ് ഐ ആം ട്രാൻസ്ഫേർഡ്. വിജയ്ക്ക് കൊടുക്കണം, ഞാനിത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഇഫ് ഐ ആം ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു എൻഡോസ്മെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന എൻഡോസ്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ് എന്താണ്? നമ്മൾ ഒരു ചെക്ക് എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക്, അതായത് ഡ്രോവർക്ക് ലയബിലിറ്റി ഒന്നും വരാൻ പാടില്ല, എൻ്റെ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എൻഡോസ്മെൻ്റ് ആണ് സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുൾ എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻഡോഴ്സ് ചെയ്യേണ്ട വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിൽ കൊടുക്കുന്നതാണ് ഫുൾ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് 1988/2021 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. A check is drawn in favor of Mr. A, endorse the check to Mr. B with the remarks notice of dishonor is waived. This is called dash endorsement. ഇതും എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ എന്താണ്? A check is drawn in favor of Mr. A, endorse the check to Mr. B with the remark notice of dishonor is waived. That is called എന്താണ്? ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ, അതായത് ഡ്രോവറുടെ റൈറ്റുകളൊക്കെ വേവ് ചെയ്യുക അല്ലെങ്കിൽ റിമാർക്സുകൾ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അതായത് എന്താണ് വേവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. ആ ഒരു എൻഡോസർക്ക് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ലൈബിലിറ്റികൾ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് ഡ്രോവർക്കാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈ മെറ്റീരിയൽ ഓൾട്രേഷൻ്റെ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഓൾട്രേഷൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഓൾട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ എട്ടാമതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദ വാലിഡിറ്റി പീരിയഡ് ഓഫ് എ ചെക്ക്. ഇതും ഈ ഒരു 1988/2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാലിഡിറ്റി പീരിയഡ് ഓഫ് എ ചെക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? RBI ഗൈഡ് ലൈൻസിലൂടെയാണ് ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് 1970/2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. Bouncing of a check is not an offence in one of the following circumstances. Bouncing of a check is not an offence in one of the following circumstances. താഴെ തന്നിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ, അതായത് സാഹചര്യങ്ങളിൽ ബൗൺസിങ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് പേയ്മെൻറ്റിനായിട്ട് കൊടുത്തിട്ട് അതിൽ പൈസ ഇല്ലാതെ തിരിച്ചു വരുന്നത്, അത് ഒരു ഒഫൻസ് അല്ലാത്തത് ഏത് സിറ്റുവേഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സിറ്റുവേഷൻ ആണ്? ഓപ്ഷൻ എ, ചെക്ക് ഗിവൺ ആസ് എ ഡൊണേഷൻ. ബി, ചെക്ക് ഗിവൺ ടു എ ക്ലിയർ എ ലോൺ. സി, ചെക്ക് ഗിവ് ഫോർ ദ പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ്. ഡി, ചെക്ക് ഗിവൺ ഫോർ ക്ലിയറിങ് എ ഡെപ്റ്റ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ചെക്ക് ബൗൺസ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഒഫൻസ് ആയിട്ട് മാറുന്നില്ല. ബാക്കിയുള്ള, അതായത് ഒരു ഡൊണേഷൻ പർപ്പസിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കടം എടുത്തിട്ട് ആ കടം നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ഈ വക കാര്യങ്ങളിലൊക്കെ ചെക്ക് കൊടുത്തിട്ട് ബൗൺസ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് NI Act ഈസ് അവൈലബിൾ ടു കളക്ടിംഗ് ബാങ്ക് ഓൺലി ഇഫ് ദ ചെക്ക് ഈസ് ക്രോസ്ഡ്. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കളക്ടിംഗ് ബാങ്കിന് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആവുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 131 സെക്ഷനിലാണ് കളക്ടിംഗ് ബാങ്കിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് കളക്ടിംഗ് ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന എപ്പോഴാണ്? ഒരു ചെക്ക് ഫോർജ്ഡ് ചെക്കുകളൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലി ഓൾട്ടറേഡ് ആക്കി നടത്തിയിട്ടുള്ള ചെക്കുകളൊക്കെ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കളക്ടിംഗ് ബാങ്കിന് അതിനൊരു ഉത്തരവാദിത്വമില്ല, അല്ലേ? അവർ പൈസ കളക്ട് ചെയ്യുന്നത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ കളക്ടിംഗ് ബാങ്കിന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ചെക്കുകളുടെ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് അവർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 131. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് 1032/2023. The method which provide a ready means to traders of some standing to raise money on the credit of one another is by. Option A, promissory note. Option B, bill of exchange. Option C, accommodation bill. Option D, MOU. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, അക്കോമഡേഷൻ ബില്ല്. അതായത് ദ മെത്തേഡ് വിച്ച് പ്രൊവൈഡ് എ റെഡി മീൻസ് ടു ട്രേഡേഴ്സ് ഓഫ് സം സ്റ്റാൻഡിങ് ടു റേസ് മണി ഓൺ ദ ക്രെഡിറ്റ് ഓഫ് വൺ അനദർ. പൈസ റേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന, അതായത് നമ്മൾക്ക് ഒരു ട്രാൻസാക്ഷനും അവിടെ നടക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. നമ്മുടെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ ബില്ല് ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a check torn into 2 or more pieces is called.
ഇത് എന്താണ് ആൻസർ? മ്യൂട്ടിലേറ്റഡ് ചെക്ക്. അതായത് ഒരു ചെക്കിനെ 2 അല്ലെങ്കിൽ അതിൽ അധികം കഷ്ണങ്ങളാക്കിയിട്ട് കീറുക. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിയ ചെക്കുകളെയാണ് എന്ത് വിളിക്കുന്നത്? മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹു ഈസ് നെയിംഡ് ഇൻ ദ ചെക്ക് ടു റിസീവ് മണി ഈസ് ഡാഷ്. ദ പേഴ്സൺ ഹു ഈസ് നെയിംഡ് ഇൻ ദ ചെക്ക് ടു റിസീവ് മണി ഈസ് കോൾഡ്. ആൻസർ വരുന്നത് പേ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ചെക്കിലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് റിസീവ് മണിയിലെ പൈസ കൊടുക്കേണ്ടത് ആർക്കാണോ ആ വ്യക്തിയുടെ പേര് എഴുതിയിട്ടുള്ളത് ഏത് വ്യക്തിയാണ്? പേയിനെയാണ് പറയുന്നത്. അതായത് ദ പേഴ്സൺ ഹു ഈസ് നെയിംഡ് ഇൻ ദ ചെക്ക് ടു റിസീവ് മണി, ചെക്കിലെ പൈസ റിസീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളിൻ്റെ പേര് എഴുതിയ വ്യക്തിനെയാണ് പേ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ ടൈപ്പ് അല്ലാത്തത്? എൻഡോഴ്സ്മെൻറ്റിൻ്റെ കൈൻഡ് അല്ലാത്തത്, തരം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ഫുള്ള്, ബി റെസ്ട്രിക്റ്റീവ്, സി ഫ്രീ എൻഡോഴ്സ്മെൻറ്റ്, ഡി സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്. ഏതാണ് ഇതിൽ ടൈപ്പ് അല്ലാത്തത്? ഫ്രീ എൻഡോഴ്സ്മെൻറ്റ് അല്ലേ. ഫുൾ എൻഡോഴ്സ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് ഫർദർ എൻഡോഴ്സ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണ്. റീകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡ്രോവർക്ക് ലയബിലിറ്റി ഒന്നും വരരുത് എന്ന് പറയുന്നതാണ് സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ ഈസ് കോൾഡ്. എൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ് ദ ലയബിലിറ്റി ഓഫ് ദി എൻഡോഴ്സർ ഈസ് കോൾഡ് സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്. ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണ്. ഞാനിവിടെ മുന്നേ പറഞ്ഞുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. അടുത്തത്, ഇൻസേർഷൻ ഓഫ് എ ഡേറ്റ് ഇൻ എ ചെക്ക് ബൈ ദി ഹോൾഡർ. ഇൻസേർഷൻ ഓഫ് എ ഡേറ്റ് ഇൻ എ ചെക്ക് ബൈ ദി ഹോൾഡർ. ഹോൾഡർ എന്ത് ചെയ്യാണ്? ചെക്കിൽ ഡേറ്റ് എഴുതി കൊടുക്കുകയാണ്. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കാം. ഓപ്ഷൻ എ, റിക്വയർസ് ഡ്രോവേഴ്സ് ഓതൻറ്റിക്കേഷൻ, ഇറ്റ് ഈസ് എ മെറ്റീരിയൽ ഓൾട്രേഷൻ. ഓപ്ഷൻ ബി, ഈസ് ഇൻവാലിഡ് ആൻഡ് ബാങ്ക് ഷുഡ് നോട്ട് പേ ഓൺ സച്ച് ചെക്സ്. സി, ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 138 ഓഫ് NA ആക്ട്. ഓപ്ഷൻ ഡി, ഈസ് നോട്ട് എ മെറ്റീരിയൽ ഓൾട്രേഷൻ ആസ് പെർ സെക്ഷൻ 87 ഓഫ് NA ആക്ട്. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം മെറ്റീരിയൽ ഓൾട്രേഷനിൽ വരുന്നത് എന്താണ്? മെറ്റീരിയൽ ഓൾട്രേഷൻ സെക്ഷൻ 87 ഓഫ് NA ആക്ട് പറയുന്നത് ഇഫക്റ്റ് ഓഫ് മെറ്റീരിയൽ ഓൾട്രേഷൻ. മെറ്റീരിയൽ ഓൾട്രേഷനെ കുറിച്ചിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ പറയുന്നില്ല. പക്ഷേ എന്താണ് മെറ്റീരിയൽ ഓൾട്രേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 87. അപ്പോൾ മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ചെക്കിൽ എഴുതിയിട്ടുള്ള ഡേറ്റ് മാറ്റി കൊടുക്കുക, എമൗണ്ട് പേ ചെയ്യാനുള്ള എമൗണ്ടുകളിൽ മാറ്റം വരുത്തുക, എവിടെ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് ആ പ്ലേസ് മാറ്റുക, അതുപോലെ തന്നെ പുതിയൊരു പാർട്ടീനെ ആഡ് ചെയ്യുക, പിന്നെ മെറ്റീരിയൽ പാർട്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കീറിക്കളയുക, ഒരു ക്രോസ്ഡ് ചെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആ ക്രോസിങ് ക്യാൻസൽ ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെയാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മെറ്റീരിയൽ ഓൾട്രേഷനിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഹോൾഡർ അവിടെ പേര് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേര് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ജനറലി ക്രോസ്ഡ് ചെക്കുകളെയൊക്കെ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കുകളാക്കി മാറ്റി കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ഇമ്മെറ്റീരിയൽ ഓൾട്രേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എന്താണ്? നമുക്കറിയാം ഇമ്മെറ്റീരിയൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 127 ഓഫ് NA ആക്ട് ഡീൽസ്. 127ാമത്തെ സെക്ഷൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഡബിൾ ക്രോസിങ്ങിനെ കുറിച്ചിട്ടാണ് 127ാമത്തെ സെക്ഷൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 1028/2023 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ പ്രോമിസറി നോട്ട്. ഓപ്ഷൻ എ നോട്ടിംഗ്, ഓപ്ഷൻ ബി ഡിസ്കൗണ്ടിങ്, ഓപ്ഷൻ സി എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ഡി അക്സെപ്റ്റൻസ്. എന്താണ്? പ്രോമിസറി നോട്ടിൽ റിക്വയർഡ് ആയിട്ട് ഇല്ലാത്ത ആവശ്യമല്ലാത്ത കാര്യം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്?
നോട്ടിങ്, ഡിസ്കൗണ്ടിങ്, എൻഡോഴ്സ്മെൻറ്റ്, അക്സെപ്റ്റൻസ്. ഏതാണ് ആവശ്യമില്ലാത്തത്? അക്സെപ്റ്റൻസ് അല്ലേ. അക്സെപ്റ്റൻസ് ആവശ്യമുള്ളത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിലാണ് അക്സെപ്റ്റൻസ് ആവശ്യമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 89 ഡീൽസ് വിത്ത്. 89ാമത്തെ സെക്ഷൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്ക്. പേയിങ് ബാങ്കിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് 89ാമത്തെ സെക്ഷൻ പറയുന്നത്. സെക്ഷൻ 131 ഏത് ബാങ്കിനാണ് കൊടുക്കുന്നത്? പ്രൊട്ടക്ഷൻ കളക്റ്റിംഗ് ബാങ്കിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള CSEB എക്സാമിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഞാനിവിടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.